വചനം, ദൈവത്തിന്റെ വചനം, ജീവനുള്ള വചനം, ആത്മാവിൻ നിറവാ വചനസന്ധ്യ, വചനസന്ധ്യ, വചനസന്ധ്യ. യേശു ക്രിസ്തുവിന്റെ നാമം മഹത്വീകരിക്കപ്പെടട്ടെ. വചനസന്ധ്യയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജീവന്റെ പ്രഘോഷണം ഞായറാഴ്ചയുടെ ഏവെങ്കിലും ആസ്പദമാക്കിയുള്ള വചന വിസ്തീർണം. ഇങ്ങനെ ദൈവവചനം നമ്മളോട് സാക്ഷീകരിക്കുന്നു. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. 27, 28 ജീവന്റെ വചനം. ശാബത് മനുഷ്യനാണ്, മനുഷ്യൻ ശാബത്തിന് വേണ്ടിയല്ല ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ആയതിനാൽ മനുഷ്യപുത്രൻ ശാബത്തിന്റെയും കർത്താവാകുന്നു. ജീവ സത്യം ഇവിടെ ഘോഷിക്കപ്പെടുകയാണ്. മനുഷ്യനുണ്ടാക്കുന്ന നിയമാവലികളല്ല, ദൈവത്തിന്റെ സ്നേഹവും കാരുണ്യവുമുള്ളതായ ജീവവചനങ്ങളാണ് ഞാനും നിങ്ങളും അനുഷ്ഠിക്കേണ്ടത്. പണ്ട് കാലഘട്ടത്തെല്ലാം ശാബത്ത് നാളില് ഒരു രോഗിയെ ചികിത്സിക്കുന്നത് പോലും പാപമെന്ന് കരുതിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടാക്കപ്പെട്ടത് ശാബത്തും ദിനങ്ങളും പ്രഘോഷണങ്ങളും ആരാധനകളും പ്രാർത്ഥനകളും ദിവസങ്ങളും ആണ്ടുകളും സംവത്സരങ്ങളെല്ലാം ഉണ്ടാക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ് എന്ന് വചനം പഠിപ്പിക്കുകയാണ്. ആ മനുഷ്യൻ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എല്ലാ നാഥനായ യേശുവിന്റെ സ്നേഹത്തിനും അവന്റെ കാരുണ്യത്തിനു വേണ്ടി മാത്രമാണ് ഈ ലോകത്തിൽ നമ്മൾ ആഘോഷിക്കുന്ന ഞായറാഴ്ചകളും ശനിയാഴ്ചകളും ദിനങ്ങളും ആണ്ടുകളും ആഘോഷങ്ങളും എന്നും നിയമാവലികളെല്ലാം. നിയമം മനുഷ്യനെ കുരിക്കുന്നതായിരിക്കരുത്, കൊല്ലുന്നതായിരിക്കരുത്, അവനെ വിശ്വാസത്തിന് ഇരിക്കരുത്. പിന്നെയോ ദൈവം എന്താണ് നമ്മൾക്ക് കാണിച്ചു തന്നത്? അവന്റെ കാരുണ്യവും സ്നേഹവും കാണിക്കുവാൻ വേണ്ടി മാത്രമാണ് ആരാധനകളും ശുശ്രൂഷകളും ആഘോഷങ്ങളുമെല്ലാം. ഇങ്ങനെ ഇത് വിസ്തീകരിക്കാം. ഒരു രാജാവിന് ഒരു മകളുണ്ടായിരുന്നു. രാജകൊട്ടാരത്തില് എപ്പോഴും അനേക ട്രഷറികളിൽ പണം നഷ്ടപ്പെടുന്ന ദിനങ്ങൾ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. രാജാവ് വിധി കൽപ്പിച്ചു, ആര് കട്ടെടുക്കുന്നവോ അവരെ 10 ലാഷസ് കൊടുക്കണമെന്ന്. വീണ്ടും പണം കട്ടുകൊണ്ടുപോയപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റാത്തപ്പോൾ രാജാവ് പറഞ്ഞു 40 ലാഷസും എക്സിക്യൂഷനുമാണ് കൊടുക്കേണ്ടതെന്ന്. ലാസ്റ്റ് തന്റെ മകളാണ് ഈ പണമെല്ലാം കട്ടെടുത്തതെന്ന് കണ്ടുപിടിക്കപ്പെടും. അവസാനം ഈ രാജാവിന്റെ മനസ്സിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, മകളോടുള്ള സ്നേഹം. 2, താൻ പറഞ്ഞ തന്റെ രാജ്യത്തിന്റെ നിയമങ്ങൾ ഏതാണ് പാലിക്കേണ്ടത്. ഇങ്ങനെയുള്ള സംഘടനകളുടെ അവസാനം മകളെ കൊല്ലുവാനായിട്ട് അതിന്റെ ആരാച്ചാര് വരികയാണ്. മകളെ കെട്ടി കൊല്ലേണ്ട പാതയിൽ, കൊല്ലേണ്ട പലകയിൽ കിടത്തി വസ്ത്രം മാറ്റി 40 ലാഷ് അടിക്കാൻ തുടങ്ങിയപ്പോൾ രാജാവ് ധീരതയോടെ പറഞ്ഞു, പാടില്ല. രാജാവ് തന്റെ വസ്ത്രം മാറ്റി മകളുടെ പുറത്ത് കയറി കിടന്ന് എക്സിക്യൂഷനോട് പറഞ്ഞു, എന്നെ അടിക്കൂ എന്ന്. 40 അടി അടിച്ച് രാജാവിനെ കൊന്നു. തൻ്റെ മകള് രക്ഷപ്പെട്ടു. ഇതത്രേ ദൈവസ്നേഹത്തിന്റെയും കാരുണ്യത്തെയും നിയമമാണ്. ഇതാണ് പാലിക്കേണ്ടത്. ഞാനും നിങ്ങളും വ്യക്തികളിലും കുടുംബങ്ങളിലും ദേവാലയങ്ങളിലെല്ലാം ദൈവസ്നേഹത്തിന്റെ പാതയില്, ദൈവകാരുണ്യത്തിന്റെ പാതയില് ഏത് നിയമങ്ങൾ കൊണ്ടുവന്നാലും അതിനപ്പുറമായി ദൈവസ്നേഹവും കാരുണ്യമാണ്, സ്നേഹമാണ് വലുത്. അനുഭവം കൂടി ഞാൻ പറയുന്നു. എൻ്റെ ജീവിതത്തിലെല്ലാം ഒരു ക്യാൻസർ രോഗികൾക്ക് ട്രസ്റ്റിൽ നിന്ന് പൈസ ചോദിച്ചു, വേറെ പൈസ ഇല്ലാത്ത ട്രസ്റ്റിൽ നിന്ന് എടുത്തു കൊടുക്കുകയും അതിൻ്റെതായ പ്രത്യാഘാതം ഞാൻ അനുഭവിച്ചവനാണ്. അതുകൊണ്ട് ദൈവവചനം മറക്കരുത്. ശാബത് മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യൻ ശാബത്തിന് വേണ്ടിയല്ല, ശാബത്തിന്റെയും കർത്താവാണ് മനുഷ്യപുത്രൻ. ആ ദിവ്യ സ്നേഹം കാണിച്ചു തന്നു. തലകൾ വണക്കാം. യേശു എന്ന ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, ഈ വചനം കേൾക്കുന്ന നിന്റെ മക്കളിലെല്ലാം യേശുവേ നിന്റെ മഹാസ്നേഹത്തെയും ത്യാഗത്തെയും ഓർത്തുകൊണ്ട് എല്ലാ നിയമങ്ങൾക്കപ്പുറമായി സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും നിന്റെ കാരുണ്യം കാണിക്കുവാനും ഓരോ വ്യക്തികളെയും നിന്റെ പരിശുദ്ധാത്മാവ് ഒരുക്കട്ടെ നാഥ. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജനസന്ധ്യ.